ഇത് തുടങ്ങാൻ എളുപ്പമാണ്. പക്ഷെ നമ്മളിത് ഇങ്ങോട്ട് ഒഴിവായി കിട്ടാൻ ഒരുപാട് നമ്മൾ നിറയിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളും അല്ലാതെ വേണ്ടപ്പെട്ടവരൊക്കെ അകലെയാണ്. അപ്പോൾ നമുക്ക് തോന്നില്ല ലാസ്റ്റ് നമുക്കെല്ലാം ശരീരമൊക്കെ നഷ്ടപ്പെടും. ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് ഇതാവുള്ളൂ. പക്ഷെ നമുക്ക് എന്താണോ ഇപ്പോൾ കുറച്ച് വർഷമായി സമ്പത്തിൽ നമ്മൾ പെട്ടിട്ട്. പക്ഷെ എനിക്കും തോന്നി ഉണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു വാങ്ങാൻ. ലഹരി എല്ലാം നശിപ്പിച്ചു, ജീവിക്കണം, ഇത് ഒഴിവാക്കി തരാൻ സഹായിക്കണം. പോലീസ് സ്റ്റേഷനിലേക്ക് ആവശ്യമുന്നയിച്ചെത്തി യുവാവ്. ലഹരിക്ക് അടിമയാണെന്നും രക്ഷിക്കണമെന്നും അപേക്ഷിച്ചതോടെ യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. പെട്ടുകയില്ല, നമ്മൾ ഇതിനൊന്നും മോചിക്കാൻ കിട്ടുന്നില്ല. ഒരുപാട് ശ്രമിച്ചിട്ട് നമ്മൾ കൂടി വരിക. ഇത് മാത്രമല്ല നമുക്ക് കിട്ടാൻ നമുക്ക് പ്രശ്നം മാനസികമായിട്ട് നമ്മൾ അതൊന്നും ആവുന്നില്ല. പക്ഷെ നമ്മൾ മാനസികമായിട്ട് തളരുക. അത് കിട്ടാതെ ആകുമ്പോൾ വേറൊരു ദിവസമായിട്ട് വരിക നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ഒരുപാട് ശ്രമിച്ചു. അപ്പോഴാണ് നമ്മുടെ താമര പോലീസ് സ്റ്റേഷനിലേക്ക് തന്നത്. താമര പോലീസ് സ്റ്റേഷനിലെ ഒരു പിന്നെ സാറ് അങ്ങനെ പരിപാടി നടത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അറിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് സന്തോഷമായി. നമ്മളെ മനസ്സിന് തന്നെ തോന്നി എന്തായാലും അവിടെ ചെല്ലണം, കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു തരണം. അതിനെല്ലാം സപ്പോർട്ട് അവിടെ ഉണ്ട്. കാരണം ചിലവർക്ക് പേടി ഉണ്ടാവുന്നു വെച്ചാൽ അവിടെ പോയിട്ട് പറയുമ്പോൾ എന്താണ് അവരെങ്ങനെ ഉൾക്കൊള്ളാന്നുള്ളത് പോലീസാണ് എന്താണ് പറയാന്നൊക്കെ ഉള്ളത്. പക്ഷേ ഏറ്റവും ഇത് അത്ര ജേഷന്മാരെ പോലെ കയറുമെന്നാണ് അവർക്കല്ല പോലീസ്. അപ്പോൾ കാര്യങ്ങൾ സംസാരിച്ച് ഞാനിത് അവിടെ ഉണ്ട്. നമ്മളിതിൻ്റെ പേര് പറയാം ഒരു നമുക്ക് മാറ്റാനുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കോളും. ഇത് തുടങ്ങാൻ എളുപ്പമാണ്. പക്ഷെ നമ്മളിത് ഇങ്ങോട്ട് ഒഴിവായി കിട്ടാൻ ഒരുപാട് നമ്മൾ നിറയിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളും അല്ലാതെ വേണ്ടപ്പെട്ടവരൊക്കെ അകലെയാണ്. അപ്പോൾ നമുക്ക് തോന്നില്ല ലാസ്റ്റ് നമുക്കെല്ലാം ശരീരമൊക്കെ നഷ്ടപ്പെടും. ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് ഇതാവുള്ളൂ. പക്ഷെ നമുക്ക് എന്താണോ ഇപ്പോൾ കുറച്ച് വർഷമായി സമ്പത്തിൽ നമ്മൾ പെട്ടിട്ട്. പക്ഷെ എനിക്കും തോന്നി ഉണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു വാങ്ങാൻ. ഞാൻ സാറിന്മാരെ ബന്ധപ്പെട്ട് പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും കിട്ടി. 100% അവരെല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു. സന്തോഷമായി. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ധൈര്യം തന്നത് സാറന്മാർ പറഞ്ഞു. അപ്പോൾ ഓരോ സാറന്മാർ പേരെടുത്ത് പറഞ്ഞില്ല, അല്ലാതെ നമുക്ക് അത്ര സപ്പോർട്ട് ചെയ്യും. ഇതിലിപ്പോൾ നമുക്ക് സന്തോഷമാണ്. ടോമേക്കറിന് നിലക്ക് എത്ര ഇതായിട്ട് പിന്നെ അവരെല്ലാ ഇതിലും ഞങ്ങൾ ആംബുലൻസിൽ കൊടുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഡോക്ടറെ കാണാൻ നിൽക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതിലേക്ക് വരണം. സമൂഹം എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അവർക്ക് എങ്ങനെ തോന്നുന്നത് ഇതിന് ഒഴിവാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തുടങ്ങാൻ പോകുന്ന ഇപ്പോഴത്തെ തലമുറ കുറേ കുട്ടികളുണ്ട്. എം ഡി എമ്മും കഞ്ചാവും അതുപോലെ തന്നെ എല്ലാം ഉണ്ടാവും. പക്ഷെ അതിൻ്റെയൊക്കെ ഇതിനെ തന്നെ നമ്മളിങ്ങനെ പെട്ട ശരിക്ക് അതൊക്കെ വളരെ ഡേഞ്ചറാണ്. അപ്പോൾ ഒന്നിനും പെടരുത്. മലപ്പുറം താനൂർ പോലീസ് സ്റ്റേഷനിലാണ് വർഷങ്ങളായി ലഹരിക്കടിമയായ യുവാവ് എല്ലാം നഷ്ടപ്പെട്ട് സഹായം അഭ്യർത്ഥിച്ച് എത്തിയത്. താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയത്. മലയാളം ടെലിവിഷൻ, മലപ്പുറം. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 18 കാരറ്റ് ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ്. വിവാഹ പർച്ചേസുകൾക്ക് 2.5% മുതൽ പണിക്കൂലി. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം. കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി.